അറിഞ്ഞ് കരുക്കൾ നീക്കാൻ കഴിയുന്ന ഒരു താരമാതാവായിരുന്നു രാജേശ്വരി. കൂടാതെ മകളുടെ പ്രായത്തെയും പ്രാധാന്യത്തെയും ഏതു തരത്തിൽ ഉപയോഗിക്കാനും രാജേശ്വരി തയ്യാറായിരുന്നു. അതുകൂടാതെ മകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങിയപ്പോൾ ഭർത്താവായ അയ്യപ്പനെ രാജേശ്വരി അകറ്റാനും തുടങ്ങി. തുടർന്ന് അയ്യപ്പൻ രണ്ടാം ഭാര്യയുടെ കൂടെ ആയിരുന്നു താമസം. കമലഹാസനുമായി ഇടപെടുന്ന ഘട്ടങ്ങളിലും രജനീകാന്തിനോടായിരുന്നു ശ്രീദേവിക്ക് മനസ്സാലുള്ള ഒരു അടുപ്പം തോന്നിയിരുന്നത്. രജനീകാന്തിന് സ്ത്രീകളോടുള്ള ഒരു റെസ്പെക്റ്റ് ആണ് കമലഹാസനിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ വില്ലൻ വേഷങ്ങളിൽ നിന്നും നായക വേഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രജനീകാന്ത് പല സിനിമകളിലും ശുപാർശ ചെയ്തത് ശ്രീദേവിയുടെ പേരായിരുന്നു. കൂടാതെ കുഞ്ഞുനാളിലെ അമ്മ നഷ്ടപ്പെട്ട രജനീകാന്തിന് രാജേശ്വരിയോട് ഒരു മാതൃത്വപരമായ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. കറുത്ത പ്രകൃതക്കാരനായ രജനിക്ക് വെളുത്തു സുന്ദരിയായ ശ്രീദേവിയോട് ഒരു ആരാധനയായിരുന്നു. ശ്രീദേവിക്കും ഇത് മനസ്സിലായിരുന്നു. ശ്രീദേവിയുടെ മൂകസമ്മതത്തോടു കൂടി അമ്മയായ രാജേശ്വരിയോട് വിവാഹ അഭ്യർത്ഥന രജനി നടത്തിയിരുന്നു. എന്നാൽ കൂർമ്മബുദ്ധിക്കാരിയായ രാജേശ്വരി ഇത് തീർത്തും നിരസിക്കുകയായിരുന്നു. തന്റെ മകൾ ഇപ്പോഴും ഫീൽഡിൽ വളർന്നു വരികയാണെന്നും ഇപ്പോൾ ഒരു വിവാഹം നടത്തിയാൽ അത് അവളുടെ കരിയറിനെ ബാധിക്കുമെന്നും രാജേശ്വരി അഭിപ്രായപ്പെട്ടു. അമ്മയുടെ ശിക്ഷണത്തിൽ തീർത്തും മൂകയായി വളർന്ന ശ്രീദേവിക്ക് ആ സന്ദർഭത്തിൽ രജനിയെ സപ്പോർട്ട് ചെയ്യാനും സാധിച്ചില്ല. മൂകപ്രണയത്തോടെ രജനി അതിൽ നിന്നും പിന്മാറി. ശ്രീദേവി എന്ന നടിയെ സൃഷ്ടിച്ചതും രൂപപ്പെടുത്തിയതും അമ്മ രാജേശ്വരി തന്നെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് പിന്നീടുള്ള നടിയുടെ വളർച്ച. മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ് എന്നത് കൂടാതെ ബോളിവുഡിലും നടി അരങ്ങേറ്റം കുറിച്ചു. ഭാരതീയ രാജ സംവിധാനം ചെയ്ത 16 സാവനാണ് ആദ്യത്തെ ഹിന്ദി ചിത്രം നടി അഭിനയിച്ചത്. എന്നാൽ അത് പ്രതീക്ഷിച്ചത്ര വിജയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിനുശേഷം ജിതേന്ദ്ര നായകനായി വന്ന ഹിമ്മത് വാല എന്ന ചിത്രം വമ്പിച്ച ഹിറ്റിലെത്തി. തുടർന്ന് അങ്ങോട്ടൊരു ജൈത്രയാത്രയായിരുന്നു. ഹിന്ദിയിലെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങുന്ന നടി എന്ന റെക്കോർഡ് പോലും ശ്രീദേവി സ്വന്തമാക്കി. അതിനിടയിൽ തന്റെ രണ്ടാമത്തെ മകളായ ശ്രീലതയെ സിനിമയിൽ ഇറക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ എന്താ കാര്യം, പരാജയമായിരുന്നു ഫലം. ദീർഘവീക്ഷണക്കാരിയായ അമ്മയ്ക്ക് തന്റെ രണ്ടാമത്തെ മകൾ സിനിമയിൽ പച്ച പിടിക്കില്ലെന്ന് മനസ്സിലായി. തുടർന്ന് മകളെ ദുബായിലുള്ള ഒരു വരനെ കണ്ടെത്തി വിവാഹം നടത്തി മകളെ കുടുംബിനിയാക്കി. മറ്റു ഭാഷകളിലെ പോലെ തന്നെ ഹിന്ദിയിലും നടി ഒരു ഡ്രീം ഗേളായി മാറി. മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിൽ മികച്ച പ്രകടനമായിരുന്നു നടി കാഴ്ചവെച്ചത്. ചിത്രത്തിലെ നായക നടനായ അനിൽ കപൂറുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾ ഗോസിപ്പ് കോളങ്ങളിൽ ചൂട് വാർത്തയായെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാൻ നടി തയ്യാറായിരുന്നില്ല. താരസുന്ദരി എന്ന നിലയിൽ നടി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തെ അനിൽ കപൂറിന്റെ ജ്യേഷ്ഠൻ ബോണി കപൂർ എന്ന നിർമ്മാതാവ് നടിയെ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തി. തന്റെ പുതിയ സിനിമയിലേക്ക് ബുക്ക് ചെയ്യാനെന്ന വ്യാജേന നടിയുടെ കോൾ ഷീറ്റിനായി ബോണി കപൂർ അമ്മയെ സമീപിച്ചു. എന്നാൽ നടിയെ വിവാഹം കഴിക്കലാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയ അമ്മ രാജേശ്വരി കപൂർ കുടുംബത്തിൽ നിന്ന് ശ്രീദേവിയെ അകറ്റി നിർത്തി. ഈ ഒരു ഘട്ടത്തിലായിരുന്നു അമ്മ പോലും അറിയാതെ മിഥുൻ ചക്രവർത്തിയുമായി ശ്രീദേവി രഹസ്യ പ്രണയത്തിലാകുന്നത്. വിവാഹം കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടുപേരും ലിവിംഗ് ടുഗദർ ബന്ധവും തുടങ്ങി. പല ഗോസിപ്പ് കോളങ്ങളിലും ഇരുവരുടെയും ചർച്ചകൾ നിറഞ്ഞു നിന്നു. എന്നാൽ മിഥുൻ ചക്രവർത്തി ഓൾറെഡി മാരീഡ് ആണെന്നും കുട്ടിയുണ്ടെന്നും അറിഞ്ഞ ശ്രീദേവി പിന്നീട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി. നടിയുടെ എല്ലാമായ അമ്മ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായി. ഇത് നടിയെ ഏറെക്കുറെ ബാധിച്ചു. കൂടാതെ നടിയുടെ താരപദവിക്കും മങ്ങലേൽക്കാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകണമെങ്കിൽ തനിക്കൊരു തുണ അത്യാവശ്യമാണെന്ന് നടി തിരിച്ചറിഞ്ഞു. ഒരിക്കൽ തന്നെ വിവാഹം കഴിക്കാൻ സമീപിച്ച ആളായിരുന്നു ബോണി കപൂർ. അമ്മയുടെ എതിർപ്പിനേക്കാളേറെ തന്റെ മിഥുൻ ചക്രവർത്തിയുമായുള്ള ബന്ധമാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ കാരണമെന്ന് നടി തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് തന്നെ മോഹിച്ച ബോണി കപൂറിനെ വിവാഹം കഴിക്കാൻ നടി തീരുമാനിച്ചു. ബോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ബോണി കപൂറും ശ്രീദേവിയും വിവാഹിതരാകുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ ബോണി കപൂറിനെ തന്നിഷ്ടപ്രകാരം വിവാഹം കഴിച്ചതുകൊണ്ട് അന്നത്തെ ശ്രീദേവിയുടെ ഈ തീരുമാനത്തെ പലരും വിമർശിച്ചിരുന്നു. വിവാഹശേഷം ബോണിയോടൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീദേവിയെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മോന ഷോരി കപൂർ മർദ്ദിച്ചു. അന്ന്
ശ്രീദേവി ഗർഭിണിയായിരുന്നിട്ട് പോലും എല്ലാവരും സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ബോണി തന്റെ മുൻ ഭാര്യയിൽ നിന്ന് പൂർണ്ണമായും അകലം പാലിച്ചു. ശ്രീദേവി അദ്ദേഹത്തിന്റെ 2 മക്കൾക്ക് ജന്മം നൽകുകയും ചെയ്തു. സിനിമാ നിർമ്മാണത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങിയ ബോണി കപൂറിനെ പിന്നീട് ആശ്വാസമായത് ശ്രീദേവിയുടെ സ്വത്തുവകകളായിരുന്നു. സ്വത്തുവകകളുടെ പേരിൽ ശ്രീദേവി അനുജത്തി ശ്രീലതയുമായി ഉടക്കിപ്പിരിഞ്ഞു. തുടർന്ന് ബന്ധുക്കളൊന്നുമായി അധികം അടുപ്പമില്ലാതെ തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കൂടെ ശ്രീദേവി മുംബൈയിൽ ഒതുങ്ങി. മക്കളും ഭാര്യയുമായി ശിവകാശിയിൽ സ്ഥിരതാമസമാക്കിയ അച്ഛൻ അയ്യപ്പന് വേണ്ടി ഒരിക്കൽ ശ്രീദേവി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുകയുണ്ടായി. എന്നാൽ ശ്രീദേവി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയെങ്കിലും കോൺഗ്രസിന്റെ സീറ്റിൽ MLA സ്ഥാനത്ത് മത്സരിച്ച അയ്യപ്പനെ പരാജയം തന്നെയായിരുന്നു ബലം. മകളുടെ കഷ്ടകാലം അച്ഛനെയും ബാധിച്ചെന്ന് പറയാം. പെൺമക്കൾ വളരുന്നതിനനുസരിച്ച് തന്റെ യുവത്വം കൃത്രിമമായി നിലനിർത്താൻ ശ്രീദേവി ശ്രദ്ധിച്ചിരുന്നു. കൂടാതെ ഡയറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയ പല കൃത്രിമമായ പദാർത്ഥങ്ങളും ശ്രീദേവിയെ നെഗറ്റീവായി ബാധിച്ചു. സാമ്പത്തിക തകർച്ചയ്ക്കൊപ്പം മദ്യപാനത്തിന് അടിമ കൂടിയായിരുന്നു നടി. ദുബായിൽ ഒരു ബന്ധുവിന്റെ കല്യാണം കൂടാൻ പോയ നടിയുടെ താമസ സ്ഥലത്തെ ബാഡ്ഡബിൽ വീണുള്ള മരണം ഇന്നും ദുരൂഹമായി തുടരുന്നു. സ്വന്തം അമ്മയുടെ നിയന്ത്രണത്തിൽ കൈവിട്ട ജീവിതം ജീവിച്ചിട്ടും താൻ ഉണ്ടാക്കിയ കോടികളൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം ആ നടിക്ക് ലഭിച്ചിരുന്നില്ല. ഈ പൊന്മുട്ടയിടുന്ന താറാവായി ജീവിക്കുന്നതിന് പകരം മുമ്പേ തന്നെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം നടി കാണിച്ചിരുന്നുവെങ്കിൽ സൂപ്പർ താരമായ രജനിയുടെ സൂപ്പർ പദവിയുള്ള വൈഫായി ഇന്നും ആ നടി ജീവിച്ചേനെ. ആദ്യത്തെ ക്യാമറ ടെസ്റ്റിൽ തന്നെ പരാജയപ്പെട്ടത് കാരണം സിനിമാ മോഹം മനസ്സാൽ ഉപേക്ഷിച്ചതായിരുന്നു സീമ. സംവിധായകൻ പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് സീമ പോകുന്നു. അവിടെ വെച്ച് പല ആംഗിളുകളിൽ സീമയുടെ ഫോട്ടോ സംവിധായകൻ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. സംവിധായകന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചമ്മലുമില്ലാതെയാണ് നടി വിവസ്ത്രയായി പോസുകൾ ചെയ്തത്. കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.